ഒരാലയത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത് വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം ആലയത്തിൽ വെളിപ്പെടുമ്പോഴാണ്. ആലയത്തിൽ ഒരു വ്യക്തി വരുന്നു, അവനൊരു ചിന്തയുണ്ടാകണം, ഞാനിവിടെ വരുന്നത് കൊണ്ട് ഒരു ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടും. യേശു ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും എന്നൊരു വിശ്വാസം അവനുണ്ടാകണം. അവിടെ വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം വേണം. ഞാൻ ചോദിക്കട്ടെ സഹോദര, നീ ഏതാലയത്തിൽ പോകുന്നു എന്നത് വിഷയമല്ല. നീ പോകുന്ന ആലയത്തിൽ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷമുണ്ടോ? അവിടെ കമ്മിറ്റിക്കാരുണ്ടായിരിക്കാം, വലിയ വലിയ പണക്കാരുണ്ടായിരിക്കാം, വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതൊന്നുമല്ല വിഷയം. ദൈവപ്രവൃത്തി നിനക്ക് വെളിപ്പെടണമെങ്കിൽ, ക്യാൻസർ മാറാ രോഗങ്ങൾ മാറണമെങ്കിൽ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം, യേശുവിന് പ്രവർത്തിപ്പാൻ പ്രോത്സാഹനം നൽകുന്ന, യേശുവിന് പ്രവർത്തിപ്പാൻ വഴിയൊരുക്കുന്ന വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം നിന്റെ ആലയത്തിൽ വേണം. അതാണ് സത്യ ആലയം.